ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം. മൂർച്ചയേറിയ അതിഥികളെ അസ്വസ്ഥപ്പെടുത്തുന്ന ചോദ്യങ്ങളാണ് ശാരികയിൽ നിന്ന് അഭിമുഖത്തിൽ നിന്ന് സാധാരണ വരാറുള്ളത്. ഇതിനെതിരെ വലിയ വിമർശനങ്ങളും ഉയരാറുണ്ട്. എന്നാൽ ശാരികയെ പിന്തുണക്കുകയും അവരുടെ അഭിമുഖങ്ങൾ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ധാരാളം പേരുണ്ട്. രേണു സുധിയുമായുള്ള ശാരികയുടെ അഭിമുഖം ഇരുവരും തമ്മിലുള്ള വലിയ തർക്കത്തിലേക്ക് വഴിവെച്ചിരുന്നു. ചോദ്യങ്ങളും നിലപാടുകളും മയപ്പെടുത്താൻ ശാരിക തയ്യാറാവാറില്ല. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഹൗസിൽ ശാരികയും രേണുവും തമ്മിലുള്ള നേർക്കുനേർ ഏറ്റുമുട്ടൽ ഉണ്ടാവുമോ എന്നാണ് ആരാധകർ ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. അതുപോലെ തന്നെ വിവാഹ ജീവിതത്തിൽ ഭർത്തൃമാതാവിൽ നിന്നുൾപ്പെടെ വലിയ ക്രൂരതകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്ന് ശാരിക മുമ്പ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം അതിജീവിച്ചായിരുന്നു ശാരികയുടെ വളർച്ച. അവതാരിക എന്നതിന് പുറമെ ഒരു ബ്ലോഗർ കൂടിയാണ് ശാരിക. ഒരുപക്ഷെ ശാരിക ബിഗ് ബോസ് ഹൗസിൽ വന്ന ഉടനെ ലാലേട്ടനോടായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഫെയർ ഗെയിം കളിക്കുന്നവർക്ക് മാത്രമേ പ്രേക്ഷകർ വോട്ട് കൊടുക്കാവൂ എന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഫെയർ ആയിട്ട് ഗെയിം കളിക്കാനാണ് ശാരിക വന്നിട്ടുള്ളത്. പക്ഷേ പ്രേക്ഷകർ ഉദ്ദേശിക്കുന്നത് പോലെ രേണു സുധിയുമായി ഏറ്റുമുട്ടുമോ എന്നുള്ളത് വരും എപ്പിസോഡുകളിൽ നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി തന്നെ വരും.